മൈ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കുക്കിംഗ് വ്ളോഗ്, നൈറ്റ് കുക്കിംഗ് വ്ളോഗ്. ഗ്രില്ലടിക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. ഗ്രില്ലടിക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. ഒക്കെ ചെയ്തിപ്പോയി. ഇവിടുന്ന് ഒരു കാണ്ടി വരെ എല്ലാ സ്ഥലം കരി നോക്കി നടന്നു. മനുഷ്യന് ഉപ്പാടുള്ളി 500 രൂപ പെട്രോളും തീർത്ത് ഫുള്ളും കറങ്ങി കിട്ടില്ല. ലാസ്റ്റ് ഇനി ഇതിന് വാഴയ്ക്ക് പൊളിക്കാം. വേറെ നിവർത്തിയില്ല. സോറി. ഗ്രില്ലടിക്കാന്ന് പറഞ്ഞ് ജയ്സൺ ചേട്ടനെ വിളിച്ചു വരുത്തി കരി അന്വേഷിച്ച് ലോകമായി ലോകമ്പോൾ കിട്ടിയില്ല. പാവം എവിടെ പൊളിക്കട്ടെ. എന്തോരം വേണം? ഇത് വാഴലോടെ അത് മൊത്തത്തിലൊന്ന് കറക്കിയാൽ സാധനം ഫ്രണ്ട് കൊണ്ടുവന്നാണ്. ഏതാ മീനിന്റെ അർത്ഥം? സിലോപ്പി. ഞങ്ങള് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. ലോകായി കരി അന്വേഷിച്ചായിരുന്നു, കരി കിട്ടിയില്ല. ഇപ്പൊ വാഴയില് പൊള്ളിക്കാന്ന് പറഞ്ഞ് അവസാനം കരട്ടിക്കെ വെച്ച് ഇപ്പൊ ചീനച്ചട്ടി ചൂടാക്കി. അപ്പൊ വാഴയില് പൊള്ളിക്കണമെങ്കിൽ ഇത് വാഴല വേണ്ടേ? വാഴലൊക്കെ തെറ്റി വെച്ചിട്ട് അപ്പൊ ആദ്യം പകുതി വേവില് ചീനച്ചട്ടിയിലിട്ട് വേവിക്കണം. ഇപ്പൊ വേവിച്ചോണ്ടിരിക്കുകയാണ്. വലിയ ചീനച്ചട്ടിയില് അത്യാവശ്യം വലിയ മീനാണ്. ഒരു മീൻ കൂടെ ഉണ്ട്, 2 എണ്ണം ഉണ്ട്. 800 ഗ്രാമാണിത്. വാഴയിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാവും അറിയില്ല, നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, തക്കാളി, സവോള, തക്കാളി ആയവ സാമഗ്രികളൊക്കെ അരിഞ്ഞ് സെറ്റാക്കാൻ വേണ്ടി പോവാണ്. ഗ്രേവി ഉണ്ടാക്കണം. എന്തൊക്കെ ചെയ്യണം എന്നവൻ പറഞ്ഞു. ഇതൊന്നും മനസ്സിലായില്ല. ചെയ്യുമ്പോൾ ഒരു മീൻ ഏകദേശം പകുതി വേവായി വന്നിട്ടുണ്ട്. അടുത്തത് പകർത്താൻ പോകണം വെച്ച്. വെച്ചിട്ട് പൊടിഞ്ഞു പോയി. പൊടിഞ്ഞു പോയി. അടുത്ത സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കുഞ്ഞിപ്പന്നെ മീമിയാണോ? കുഞ്ഞിപ്പന്നെ കള്ള് മേടിക്കാം. ഇതാണ് കുറച്ച് വലിപ്പം കൂടുതൽ മാത്രം. ഇത് പകുതി വേവാക്കി കഴിച്ചാൽ പിന്നെ ഫ്രീ അല്ലേ, സമയമുണ്ട്. ഗൈസ്, അപ്പൊ 2 മീനും ഏകദേശം പാകമായി അല്ലേ? പകുതി വേവിലായിട്ടുണ്ട്. ഇനി റൺസോ വാഴയില് പൊള്ളിക്കാൻ. ഇവിടെ ഇത്ര 3 പെമ്പിളുണ്ടായിട്ട് ഈ എന്നെ കൊണ്ട് എല്ലാ പണി ചെയ്യണം. എല്ലാം അറിയാവുന്ന ആൾ ചെയ്യുന്നല്ല അതിന്റെ ഒരു ഭംഗി. ചെയ്യണ്ടേ? അപ്പൊ ആ ടേസ്റ്റ് വ്യത്യാസം കേട്ടോ. മറ്റേത് ഇത് ചെയ്യണ്ട. പണ്ട് ചെറുപ്പം സ്കൂളിൽ പോകുമ്പോ മറ്റേത് ഇങ്ങനെ അടുപ്പില് വാഴല വെച്ച് ചോറൊക്കെ ഇട്ട് ആ ടേസ്റ്റ്. പൊതിച്ചോറിന്റെ ടേസ്റ്റ് ഞായറാഴ്ച ഉണ്ടാക്കിയാലോ?
പൊതിച്ചോറ്. ഇതിൻ്റെ എല്ലാം റൺസോ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, ഗ്രേവി റെഡിയാക്കിയിട്ടുണ്ട്, തക്കാളി സവാളയൊക്കെ ഇട്ട് ഗ്രേവിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല മണം വരുന്നു കേട്ടോ, അടിപൊളി മണം വരുന്നുണ്ട്. എങ്ങനെയായിരിക്കും അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണേ കേട്ടോ. ഫുൾ സൈസ് കാണണമല്ലോ. ഇത് ഇതിനകത്ത് പൊതിഞ്ഞ് വെക്കണല്ലേ? ഗ്രേവി ഉണ്ടാക്കണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ആ സമയത്ത് കുഞ്ഞിപ്പെണ്ണ് കരഞ്ഞപ്പോൾ നമുക്ക് പാലെടുക്കാൻ വേണ്ടി കൊണ്ടുപോയേക്കുന്നത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. കഴിഞ്ഞ വർഷത്തെ പെരുന്നാളല്ലേ. സാരി പിൻ ചെയ്ത് വെച്ച ചേച്ചി പെണ്ണാണോ? പല ദിവസം പിൻ ചെയ്ത് ഇത് ശരിക്കും ഉള്ളതല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ കമന്റ്സ് ഒക്കെ കാണുള്ളതാ. നീ ഫോട്ടോകൾ ആരെയാണ് വീണ്ടും കാണിച്ചു സാരി എനിക്കൊന്ന് എടുക്കണം, സാരി ഒന്ന് എടുക്കണം. എല്ലാം ഉണ്ടല്ലോ. ഓ ഇങ്ങനെ പാനിൽ വെച്ചിട്ടാണല്ലോ പൊള്ളിക്കണത്. ഞാൻ വിചാരിച്ചു നേരിട്ട് ഞാനതിനെ ആലോചിച്ചത് എങ്ങനെ വെക്കുന്നത്. ചുമ്മാ ഇനി ഒന്നുകൂടി ഇതാക്കണ്ടേ? ആരും മതി. വാഴയില ഞങ്ങൾക്ക് കുറവാണ്, അതുകൊണ്ട് ഒരെണ്ണം ഞങ്ങൾ സാധാരണ ഫ്രൈയും ഒരെണ്ണം പൊള്ളിച്ചതാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒന്നും കൂടി അതൊന്ന് വേവിക്കാൻ പോവാണേ. ഹാഫ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ വാഴയില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ഒന്നും കൂടി ഫ്രൈ ആക്കാൻ തീരുമാനിച്ചു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റിൽ പൊള്ളിച്ചൊരു ടേസ്റ്റ് കിട്ടും. വാഴ സെറ്റായിരുന്നു ആ ടേസ്റ്റിൽ സംഭവം റെഡി. എത്ര സമയം ഇങ്ങനെ വെക്കണോടാ? അപ്പം നമുക്ക് നോക്കാം എത്ര കുറച്ച് സമയം എടുക്കുമെന്നാണ് അവൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് വേവിക്കാം. ഓൾറെഡി ഹാഫ് കുക്ക് ചെയ്തേക്കുന്നത് കൊണ്ട് അത്ര മതിയായിരിക്കും. കൈ കൊള്ളാണ്ട് നോക്കട്ടോ. വലിപ്പം കുറവുണ്ട്, നല്ല വലിപ്പിട്ട് വേണം, നല്ല മൊത്തത്തിൽ സെറ്റാവുള്ളൂ. കെട്ടിയിട്ടില്ല, കടയിലത്തെ അത്ര സൗകര്യം നമ്മുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് നമ്മൾ വളരെ സൗകര്യം കൊണ്ട് സാധനം ഉണ്ടാക്കി. ഇനി അവസാനം തുറന്നിട്ട് നാരങ്ങ കൊണ്ട് ഒഴിച്ച് ഒരു സബോള ഇട്ട് ഒരു പിടിയുണ്ട്. ഞാൻ അതൊന്നും ഇല്ല കേട്ടോ.
ഗൈസ് അപ്പോൾ വാഴയിൽ പൊള്ളിച്ചത് ഏകദേശം ആയിട്ടുണ്ട്. അവൻ പകർത്തിയിട്ടുണ്ട്. കെട്ടിയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ തുറന്നു പോയിട്ടുണ്ട്. ഇവിടെ സൗകര്യം കുറവായത് ഉള്ള സൗകര്യം കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത്. നമുക്ക് 2 മണിക്കൂർ നമ്മുടെ മുന്നിൽ ഉണ്ടായുള്ളൂ. ആ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ചെയ്തിട്ട് റെഡിയാണ്. ഫ്രൈ ആക്കാനുള്ളത് ഇപ്പോഴും അടുപ്പത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അത് എന്തായിരുന്നു അടുക്കി പിടിച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് അതിൻ്റെ പാനിൽ ഓൾറെഡി നേരത്തെ അടുക്കി പിടിച്ചായിരുന്നു. അപ്പം അത് വേറെ കൊള്ളാൻ സാധ്യതയുണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കില്ല. ഇത് ഫിൽറ്റർ ഇട്ടിട്ടാണ് അവർ ചെയ്യുന്നത്. സംഭവം ഫിൽറ്ററിലാണ് സംഭവം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി നാരങ്ങ എവിടെ വയ്ക്കും? ആ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതിനൊന്നൊരു നമ്മൾ കുറവിടണം. അത് മതി, ബാക്കി അപ്പുറത്തോണ്ട്. ഞങ്ങളുടെ ടേസ്റ്റർ വിത്ത് ഗ്രേവി ഉൾപ്പെടെ കഴിക്കല്. ഞങ്ങളെ അങ്ങനെ പൊള്ളിച്ച പിലോപ്പി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോവാണ്. ടാറ്റാ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്. ടാറ്റാ.